പഴയ വാഹനങ്ങളുള്ള എല്ലാ ടാക്സി ഓണേഴ്സും അല്ലെങ്കിൽ ഡ്രൈവർമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷേമനിധി. അത് ഇപ്പോൾ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ കൈമാറ്റം ചെയ്തതിന് ശേഷം ടാക്സിക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ്. കാര്യം 2019 ഇതിൻ്റെ ആ ഒരു സെർവറിന് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് അത് എടുക്കാത്ത ഒരവസ്ഥ വന്നു. പിന്നീട് അതിന് ശേഷം 2020, 21, 22, 23, 24 ഇപ്പോൾ 25 അപ്പോൾ ഈ 6 വർഷത്തോളം മറ്റു പല വാഹനോടമകളും 3, 4 കൈമറിഞ്ഞ വാഹനങ്ങളുണ്ട്, കൈമാറ്റം ചെയ്ത വാഹനങ്ങളുണ്ട്, ടാക്സി യൂസ് ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വാഹനങ്ങളുണ്ട്, പ്രൈവറ്റ് ടാക്സി മാറി പ്രൈവറ്റ് യൂസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ ഒട്ടനവധിയുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളിൽ ക്ഷേമനിധി അടയ്ക്കേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ പലരും നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ക്ഷേമനിധി പെൻഡിങ് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ വാഹനം കൈമാറ്റം ചെയ്യുവാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചിലപ്പം പ്രൈവറ്റ് യൂസ് ചെയ്ത വാഹനമായിരിക്കും, പിന്നീട് യൂസ് ചെയ്ത ഓണർമാരായിരിക്കും പിന്നീട് ടാക്സി സെഗ്മെൻറ്റിലോട്ട് ഈ വാഹനം കൈമാറ്റം ചെയ്യുന്നതും എടുക്കുന്നതും ആ ടാക്സി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വാഹനം വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വാണിജ്യ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് പിന്നീട് അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത്, ഇപ്പോൾ അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂരുള്ളൊരു പാർട്ടിക്ക് സംഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്. ആ വാഹനം 2010 രജിസ്ട്രേഷനാണ്. അപ്പം പുള്ളി വാഹനം വാങ്ങുന്നത് 2020 ആ വാഹനം വാങ്ങുന്നത്. 2020, 2021 വാഹനം വാങ്ങുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ഷേമനിധിയുടെ കാര്യങ്ങളൊന്നും ഈ വാഹനം കൈമാറ്റം ചെയ്തവർക്കോ അല്ലെങ്കിൽ കൊടുത്തവർക്കോ അല്ലെങ്കിൽ വാങ്ങിയവർക്കോ അറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 3ാമത്തെ RC ഓണറാണെന്ന് പറയുന്നു ഈ ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം നല്ലൊരു എമൗണ്ട് ക്ഷേമനിധി ഫൈനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടാക്സ് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോഴും മറ്റു പലരും ആ ഒരു ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത്.